ഒരു ഫ്രോസൺ ഐസാക്കിൻ്റെ മിക്സിംഗ് വീഡിയോ കണ്ടത്. ആദ്യമായി കുറച്ച് ബ്ലൂ കളർ ഫോണ്ടൻറ്റ് നന്നായി പരത്തി നല്ല തിന്നാക്കി എടുക്കുക. അതിൽ ടൈലോസ് പൗഡർ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഫോണ്ടൻറ്റ് ഷീറ്റിനെ 3 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ കേക്കിലേക്ക് പ്ലേസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം ആ 3 പീസുകളിലും ചെറിയ ചെറിയ പ്ലേറ്റുകൾ പോലെ ഇട്ട് എടുക്കണം. എന്നിട്ട് വേണം അതിലേക്ക് പ്ലേസ് ചെയ്യാൻ. വേറൊരു ചെറിയ പീസ് ഫോണ്ടൻറ്റ് എടുത്ത് അതിനെ ഹാഫ് റൗണ്ടായി കട്ട് ചെയ്ത് ഇതേപോലെ തന്നെ ചെറിയ ചെറിയ ഫ്ലീറ്റുകളിട്ട് അതും പ്ലേസ് ചെയ്യുക. ഈ വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെ ചെയ്യും. അതിനുശേഷം ഫ്രോസൺ എൽസായുടെ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് അത് ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് അതിലേക്ക് സ്റ്റിക്ക് ചെയ്യുക. പിന്നെ ഒരു ചെറിയൊരു ബോ കൂടി ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ മുകളിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്പം സിൽവർ കളർ ലസ്റ്റർ ടെസ്റ്റ് എടുത്ത് ലിക്വിഡ് ഇവാപ്പറേറ്ററുമായി മിക്സ് ചെയ്ത് ഒരു പെയിൻറ് രൂപത്തിലാക്കി സ്കേർട്ടിൻ്റെ വശങ്ങളിലും പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച പൂവുണ്ടല്ലോ അതിന്മേലും ചെറുതായി ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 5 kg ചെയ്തെടുത്ത ബട്ടർ സ്കോച്ച് ഫ്ലേവേർഡ് കേക്കാണ്. അങ്ങനെ ഫ്രോസൺ എൽസായുടെ ഫ്രോക്ക് റെഡിയായി. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഓരോ ഫോട്ടോ പ്രിൻ്റുകളും ടൂത്ത് പിക്ക് കുത്തി കേക്കിലേക്ക് പ്ലേസ് ചെയ്യാം. വൈറ്റ് ഫോണ്ടൻറ്റ് എടുത്ത് അതിൽ കുട്ടീൻ്റെ പേര് എഴുതി ബർത്ത്ഡേ ടോപ്പറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഐസ് ഫ്ലേക്സും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫോണ്ടൻറ്റ് എടുത്ത് അതിനെ ഉരുട്ടി ചെറിയ ചെറിയ ബോളുകളാക്കി സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്.
പിന്നെ 2-3 ബട്ടർഫ്ലൈസിനെ കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച സിൽവർ പെയിൻറ്റ് അവിടെയായി കുറച്ച് ടച്ച് ചെയ്തു. അങ്ങനെ നമ്മുടെ ഫ്രോസൺ എൽസ തീം കേക്ക് ഫിനിഷായി. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ? പിന്നെ ഒരു കാര്യം കൂടി, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.